അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താർ. പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻക്കെതിരെ കൊലവിളി നടത്തിയ ഒരു വിഷയം വളരെ വലിയ വിവാദമായിരുന്നു. ഇപ്പോഴിതാ ആ അധ്യാപകൻക്കെതിരെ കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയുടെ മാപ്പ് പറയൽ സ്കൂൾ അധികൃതർ സ്വീകരിക്കുകയും ആ കുട്ടിയെ വീണ്ടും സ്കൂളിലേക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്ന് അധ്യാപകൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, സന്തോഷം. നമ്മുടെ കുട്ടികളിലേക്ക് ഒരു തെറ്റുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ആ തെറ്റ് ബോധ്യപ്പെടുക, ബാക്കിയുള്ള ആളുകൾ പുറത്തു കൊടുക്കുക, ഇതിന് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇതാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതും കൊതിക്കുന്നതും. അതാണ് സംഭവിക്കുന്നതും. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെ പുറത്തായി എന്നുള്ളതാണ് ഏറ്റവും അധികം സംശയം. ആ വീഡിയോ ഒരിക്കലും പുറത്തു വിട്ടത് ശരിയല്ല. അധ്യാപകൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ആ കുട്ടി പലതവണ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കുട്ടിയാണത്രേ. അപ്പോൾ ആ വീഡിയോ അവരുടെ ഗൾഫിലുള്ള ഉപ്പാക്ക് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അങ്ങനെ ഗൾഫിലുള്ള ഉപ്പാക്കാണ് ഈ അധ്യാപകൻ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് പോലീസിനാണ് കൊടുത്തത്. 2 കൂട്ടർക്ക് മാത്രമാണ് ആ അധ്യാപകൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കൊടുത്തു. അല്ലാതെ അധ്യാപകർ അത് ലീക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ് അധ്യാപകൻ മന്ത്രി നടത്തിയ അന്വേഷണത്തിലൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ കുട്ടിയെ വഷളാക്കുന്ന രീതിയിൽ ആ ഒരു വീഡിയോ പുറത്തു വിട്ടത് ശരിയായ നടപടിയല്ല. കുട്ടിക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ, നല്ല കൗൺസിലിംഗ് കിട്ടട്ടെ. സമാനമായ ഒരുപാട് അനുഭവങ്ങൾ അധ്യാപകർക്ക് പറയാനുണ്ടാവും. നജീബ് മൂടാടി എന്ന് പറയുന്ന ഒരാൾ പങ്കുവച്ച അനുഭവമുണ്ട്. നിസാം എന്ന് പറയുന്നൊരു 10ാം ക്ലാസ്സുകാരൻ. ഈ 10ാം ക്ലാസ്സുകാരൻ പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ കയറിയിട്ട് അത് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുകയും ഇത് ചോദ്യം ചെയ്ത അബ്ദുൽ അസീസ് എന്നൊരു മാഷിൻ്റെ മുഖത്തടിച്ച ഒരു 10ാം ക്ലാസ്സുകാരൻ. ഈ നിസാം എന്ന 10ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു ഹൈസ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഏതൊക്കെ സ്കൂളിൽ നിന്ന് കച്ചറയായിട്ട് പലതവണ കേറ്റൂല എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ട് ഈ സ്കൂളിൽ അവൻ്റെ വാപ്പാടെ രാഷ്ട്രീയ സ്വാധീനവും ബിസിനസ് സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് കയറിയിട്ടാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ടീച്ചറോട് എല്ലാവരും പറഞ്ഞു: ടീച്ചറെ, നിങ്ങളെ ക്ലാസ്സിലേക്ക് ഒരു ചെക്കൻ വരുന്നുണ്ട്, നിസാം എന്നാണ് പേര്. പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ കയറി നോക്കിയിട്ട് ഓനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ ഓനാണ്, വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ക്ലാസ്സിൽ. അല്ലെങ്കിൽ തന്നെ കുറച്ച് വില്ലന്മാരുണ്ട്. അപ്പോൾ ടീച്ചർ കരുതി പടച്ചോനെ ഉള്ള വില്ലന്മാരെക്കാൾ കൂടുതൽ ഒരു പെരുത്ത വില്ലിഞ്ഞ് വരാൻ പോവുകയാണ്. ഏതായാലും ടീച്ചർ ക്ലാസ്സിൽ പോയി നോക്കുന്നുണ്ട് ഒരു 15-16 വയസ്സിനേക്കാൾ വലിയ പ്രായവും പക്വതയും അങ്ങനത്തെ ഒരു മുഖത്ത് ഗൗരവമുള്ള ഒരു ചെക്കൻ, മുടിയൊക്കെ ഇങ്ങനെ നീട്ടിപ്പരത്തി വെച്ച്. അപ്പോൾ ഈ ചെക്കനോട് പേര് വയ്ക്കുമ്പോഴേക്കും ഒരു നിഷേധഭാവത്തിലാണ് മറുപടി. ടീച്ചർക്ക് മനസ്സിലായി ആൾ പെരും വില്ലൻ തന്നെയാണ്. 2ാം ദിവസം മറ്റു ടീച്ചേഴ്സ്മാരൊക്കെ വന്ന് പരാതി പറയാൻ തുടങ്ങി. ഇങ്ങനെ നിസാം ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയില്ല, ഒരുതരം തർക്കുത്തരവാണ്, ടീച്ചർ നല്ല ശ്രദ്ധിക്കണം. ഏതായാലും അബ്ദുൽ അസീസ് എന്നുള്ള സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഒരു മാഷുണ്ട്, എസ് എസിൻ്റെ സാറായിട്ടാണ് ഇവരടക്ക് കൊമ്പ് കോർക്കൽ. സാറ് പറഞ്ഞു: എടാ, എൻ്റെ നെഗളിപ്പൊന്നും ഇവിടെ വേണ്ട, എന്നെ മറ്റേ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ടോയ്ലറ്റിന് വരെ സെക്യൂരിറ്റിനെ വെക്കേണ്ട ഒരു കാലം ഇവിടെ ഉണ്ടാക്കി വെക്കരുത്. നിൻ്റെ പേര് ടോയ്ലറ്റ് നിസാം എന്നാണ്. അത് പറഞ്ഞതോടുകൂടി സൈലൻ്റായി. അങ്ങനെ ഇവന് ടോയ്ലറ്റിൽ കയറി നോക്കിയിട്ടാണ് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള ഇവിടെ എല്ലാവരും അറിഞ്ഞു. ഒരു അധ്യാപകൻക്ക് ഇവനക്ക് വിലയില്ല. അധ്യാപകരെ പരിഹസിക്കുക, അധ്യാപകരെ കൂവി വിളിക്കുക, അതിനെ പറ്റുന്ന കുറച്ച് കൂട്ടും ഇവനക്കുണ്ട്. ആ സമയത്താണ് ടീച്ചർ ഇവനെ കുറേ ഉപദേശിച്ചപ്പോൾ ടീച്ചറോട് പറഞ്ഞു: ടീച്ചറെ പ്രസംഗം കഴിഞ്ഞ് എന്നൊക്കെ ഇരിക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ പിന്നെ ഭയങ്കര ഇൻസൾട്ടിങ് ആയി. അന്ന് ഇവൻ എന്ത് ചെയ്തു, ഭയങ്കര ഡിനോസറിനെ വരച്ചിട്ട് ആ ഡിനോസറുടെ മുഖത്തിൽ ടീച്ചറുടെ മുഖം, എന്നിട്ട് ഇത് കുട്ടികൾ കണ്ട് ചിരിക്കാൻ തുടങ്ങി. ടീച്ചർ നോക്കുമ്പോൾ വലിയൊരു ഡിനോസറിനെ വരച്ചിട്ട് ഈ ടീച്ചറുടെ മുഖം വരച്ച് ടീച്ചറെ കളിയാക്കി. ടീച്ചർക്ക് ഭയങ്കര സങ്കടം തോന്നി. ടീച്ചർ അത് വാങ്ങിയെടുത്ത് തോരിക്കിട്ടു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ടീച്ചറെ കണ്ടപ്പോൾ പറഞ്ഞു: സോറി ടീച്ചറെ, സോറി മിസ്സേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ചെറിയൊരു നനവുണ്ടായി. അങ്ങനെ ഹാഫ് ഇയർലി എക്സാം വരുന്നൊരു സമയത്ത് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇവനക്ക് നല്ല മാർക്കുണ്ട്, നിസാമിന് നല്ല മാർക്കുണ്ട്. അത് കണ്ടപ്പോൾ ടീച്ചർക്ക് ആ പേപ്പർ എടുത്തിട്ട് ടീച്ചർ ഇവൻ്റെ കൈയക്ഷരം നല്ല കൈയക്ഷരമാണ്, എല്ലാവരും മുന്നിലും കാണിച്ചു. കണ്ടില്ലേ, നിസാമിൻ്റെ കൈയക്ഷരം അടിപൊളിയാണ്, ഇത്രയും നല്ലൊരു കൈയക്ഷരം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നിസാമിന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാണ്ട് വരും. ടീച്ചർ തൻ്റെ കയ്യിലുള്ള ഏതോ കുട്ടി മുൻപ് കൊടുത്ത ബർത്ത്ഡേക്ക് കൊടുത്ത ഒരു നല്ലൊരു ചോക്ലേറ്റ് നിസാമിന് സമ്മാനിച്ചു. നിസാമിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം. ആദ്യമായിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ കയ്യടി കിട്ടുന്നൊരു സന്ദർഭം ഉണ്ടാവുന്നത്. നിസാം നല്ല കുട്ടിയാവാൻ അവൻ്റെ ഉള്ളിൽ ടീച്ചറോട് നല്ല പെരുമാറ്റമായി. ബാക്കിയുള്ളവരോട് ഇപ്പോഴും എല്ലാവരും കയ്യടിച്ചിട്ട് ഇവൻക്ക് ഇത്രയും നല്ല ഒരു കയ്യക്ഷരമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും കൂടി കയ്യടി കിട്ടിയപ്പോൾ പിള്ളേർ പറയാം: ടീച്ചറെ, ഇവൻ നല്ല കയ്യക്ഷരം മാത്രമല്ല, ഇവൻ നന്നായിട്ട് ചിത്രം വരക്കും. അപ്പോൾ അവൻ ടീച്ചർ ഇവനോട് പറഞ്ഞു: എടാ, എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്തൊരു ചിത്രം വരച്ചോണ്ടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ടീച്ചറുടെ ചിത്രം വരക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ടീച്ചർ വന്നപ്പോൾ ഇവനൊരു പേപ്പർ ചുരുട്ടി ടീച്ചർക്ക് കൊടുത്തിട്ട്: ടീച്ചറെ, ഇതാണ് ഞാൻ വരച്ച ചിത്രം, ടീച്ചർ വേറെ ആർക്കും കാണിച്ചു കൊടുക്കരുത്, ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ കീറിക്കളയണമെന്ന് പറഞ്ഞു. ടീച്ചർ നോക്കുമ്പോൾ അടിപൊളി ചിത്രം, എൻ്റെ ഒരു മുഖം പോലും ഫോട്ടോ പോലും നോക്കാതെ എങ്ങനെയാണെന്ന് എനിക്ക് ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് എന്നെ വരക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു. ടീച്ചർ ഇവനോട് വേഗം പറഞ്ഞൊരു വാക്കുണ്ട്: ടീച്ചർ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത്. അതോടുകൂടി ടീച്ചറിനോട് നല്ല സൗഹൃദമായി നിസാം. അങ്ങനെ ടീച്ചർമാരോട് ബാക്കിയുള്ള ടീച്ചർമാർ പറഞ്ഞു: എടി, നീ ആ ഒരു ചെക്കനായിട്ട് വല്ലാത്ത
വല്ലാത്തൊരു ചങ്ങാത്തം വേണ്ട, ഓനക്ക് കുട്ടികളൊന്നുമില്ല, ടീച്ചർമാരൊന്നുമില്ല, ആൾ ശരിയല്ല, ഇവൻ്റെ വാപ്പാടെ എന്താ പറയുക വാപ്പി മാത്രം ആൾ ശരിയല്ല, വാപ്പാടെ ബിസിനസ്സിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ടാണ് ഓനെ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഈ ശല്യങ്ങളൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ആയിക്കോളും, നീ അധികം ബന്ധം വേണ്ടിട്ടാന്ന് പറഞ്ഞപ്പോഴും ടീച്ചറുടെ ഉള്ളിൽ നിസാമിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ ഇടക്കാണ് ടീച്ചർ ഒരു ദിവസം വൈകി വരുന്നൊരു ദിവസം ഓഫീസിൻ്റെ മുന്നിൽ ഭയങ്കര കുട്ടികളൊക്കെ ഭയങ്കര ബഹളം, അധ്യാപകർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ടീച്ചർ വേഗം ചെന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, എല്ലാവരും ചെന്ന് നിസാമിനെ പിടിച്ചു വെച്ചിക്കാണ്. അപ്പോൾ നിസാമിൻ്റെ കയ്യിൽ നിസാമും കൂട്ടുകാരും കൂടിയിട്ട് പെൺകുട്ടികളുടെ ടോയ്ലറ്റിനോടെ ചെന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അത് കയ്യോടെ പിടിച്ചിക്കാണ് അബ്ദുൽ അസീസ് എന്ന പേരുള്ള സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഈ ഒരു സാറ്. ഇവൻ പറഞ്ഞു, സാറേ ഞാൻ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടില്ല, ഞങ്ങൾ അവിടെ പോയിട്ട് സിനിമ കണ്ടതാണ്, ആരും കാണണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്, അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ബോയ്സിൻ്റെയും ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഞങ്ങൾ ഒരിക്കലും അവിടെ ഇതൊന്നും മാഷി കേൾക്കണില്ല, നീ ആരാന്ന് ഞങ്ങൾക്ക് അറിയാടാ, നിന്നെ മറ്റേ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് പെൺകുട്ടിയുടെ ടോയ്ലറ്റിൽ കയറി വെക്കാനല്ലേ, നീ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നാണ് മാഷ്, ഞാൻ കണ്ടതാണെന്ന് മാഷ്. അപ്പോൾ സാറ് ഇനി യാതി വർത്താനം പറയാൻ നിൽക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞ് ടോയ്ലറ്റിൽ നോക്കിയതിന് അന്ന് സ്കൂളിൽ ചേർത്ത തന്നെ ശരിയല്ല, പ്രിൻസിപ്പളിനാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇങ്ങനെ ഇവൻ പറഞ്ഞ് എൻ്റെ ഫോണല്ല, ഞാൻ മറ്റുള്ളവരെ ഫോണാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഈ സാറ് കേൾക്കണില്ല. ഇവനെങ്ങനെ ചീത്ത ഇങ്ങനെ പറയണം. സഹി കേട്ടിട്ട് ഇവന് ഇന്നിങ്ങനെ പറയുമോയെന്ന് ചോദിച്ചിട്ട് ഈ മാഷിൻ്റെ മുഖത്ത് ഒന്നങ്ങോട്ട് കൊടുത്തു. ഇത് കണ്ടുകൊണ്ടാണ് ഈ പാവൻ ടീച്ചർ ഓടി വരുന്നത്. നിസാമേന്നണ്ട് വിളിക്കുമ്പോൾ ആ ഒരു വിളിയിൽ ഒരു വഴക്കിൻ്റെ വിളിയാണോ അതോ അതൊരു അധികാരത്തിൻ്റെ വിളിയാണോ സങ്കടത്തിൻ്റെ വിളിയാണോ എന്ന് അറിഞ്ഞൂടാ. ആ വിളിക്കൊടുവിലൊരു സങ്കടത്തിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു. നിസാം ഒരു നിമിഷം അവിടെ നിന്നു ടീച്ചറെ സൗണ്ട് കേട്ടപ്പോൾ. ടീച്ചറെ ഒന്ന് നേരത്തെ വരാറുന്നില്ലേ, ഞാൻ ഇത്രയും ദേഷ്യം കൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. എല്ലാവരും തരിച്ചു നിൽക്കുകയാണ്. ഒരു 10ാം ക്ലാസ്സുകാരൻ നിസാം എന്നൊരുത്തൻ സ്കൂളിലെ മാഷിൻ്റെ മുഖത്തടിച്ചിക്കാം. ഇവനാകെ നിന്ന് വിറക്കാൻ, ടീച്ചറെ ഞാൻ അറിയാതെ ദേഷ്യം കൊണ്ട് ചെയ്തതാണ്, ടീച്ചർക്കൊന്നൊരു 10 മിനിറ്റ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ രംഗം ഒഴിവാക്കാമായിരുന്നില്ലേ. ആരും ഒന്നും പറയുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഇവനിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. PTA ചേർന്നു, അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു, TC കൊടുത്തു, ഒഴിവാക്കി വിട്ടു. ആ ഒരു മുഖം ടീച്ചറുടെ കണ്ണിലുണ്ടായിരുന്നു, നിസാമിൻ്റെ ഒരു നോട്ടം. ടീച്ചർക്കൊന്ന് നേരത്തെ വരാൻ 5-6 വർഷങ്ങൾ കഴിഞ്ഞു. 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ടീച്ചർക്കൊരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോളിൻ്റെ തിരക്കിലാണ് ടീച്ചറെ ഓർമ്മ ഉണ്ടോ ഈ ശബ്ദം എന്ന്. ടീച്ചർ ഇങ്ങനെ ഓർത്തു, പടച്ചോൻ ആരാണ് ഈ വിളിക്കുന്നത്, ഞാൻ നിസാമാണ് ടീച്ചറെ. എന്ത് ചെയ്തു, ആ ഒരു ഇവൻ വരച്ചൊരു ചിത്രം ഇങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ ചിത്രം ഇങ്ങനെ നോക്കി പടച്ചോനെ അവൻ എത്ര കാലങ്ങളായി, 5-6 കൊല്ലങ്ങളായി, ഇപ്പോഴും അവൻ എന്നെ ഓർക്കുന്നുണ്ടോ. നിസാമിനോട് പറഞ്ഞു, നിസാം ഒരു കാര്യം ചെയ്ത് ഈ വൈകുന്നേരം വീട്ടിലേക്ക് പോയി, ഇപ്പം ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറെ കാണാൻ വേണ്ടി നിസാം വന്ന് നോക്കുമ്പോൾ താടിയൊക്കെ വെച്ച് ഒരു കണ്ണടയൊക്കെ വെച്ച് ആളെ ലേശം വലിപ്പം വെച്ച് വലിയൊരാളെ പോലെ അയക്കണേ. ടീച്ചർക്കാണെങ്കിലും മാറ്റമില്ല. നിസാം കണ്ടപാട് പറയും, ടീച്ചർക്ക് ഒരു മാറ്റമില്ലല്ലോ, ടീച്ചറെ കാണാൻ വരാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് വീട്ടിലെ വിശേഷങ്ങൾ. അപ്പം മുൻപൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചാൽ അതിന് പ്രതികരിക്കാനോ മിണ്ടാനോ ഇവൻക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പറഞ്ഞു, ഉമ്മ ഒരു വർഷം മുൻപ് മരിച്ചു, ക്യാൻസർ ആയിരുന്നു, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് പലപ്പോഴും ഞാൻ ചോദിച്ചാൽ മിണ്ടാത്തത്. വാപ്പ ഉമ്മാനെ എപ്പോഴും അടിക്കും, ഉമ്മ ഒന്നും പ്രതികരിക്കില്ല, എൻ്റെ വീടൊരു നരകമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വഭാവം ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ആ ഫ്രസ്ട്രേഷനൊക്കെ അധ്യാപകരോടും എൻ്റെ പ്രിയപ്പെട്ട സാറന്മാരോടൊക്കെ തീർത്തിരുന്നത്. അല്ലാതെ ഞാനൊരു കുറ്റവാളിയൊന്നുമല്ല. ഏതായാലും ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ പോക്കില്ല. ഞാനങ്ങനെ ബാംഗ്ലൂർ പോയി. ഇവൻ്റെ ചിത്രം വരയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോഴ്സൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു കോഴ്സും അതിൻ്റെ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് വളരെ നല്ല നിലയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എറണാകുളത്ത് അതിൻ്റെ ഒരു ഓഫീസുണ്ട്, ബാംഗ്ലൂരിൽ ഓഫീസുണ്ട്. അങ്ങനെ എറണാകുളത്തേക്ക് വന്നപ്പോഴാണ് കൂടെ പഠിക്കുന്ന ഒരാളിൽ നിന്ന് ടീച്ചറെ വിശേഷങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ടീച്ചർ ഒന്ന് കാണാൻ തോന്നിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവന് 10ാം ക്ലാസ്സുകാരെ ഗ്രൂപ്പിലൊന്നും ഇവനില്ല. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിലെ 2-3 പേരോട് മാത്രമാണ് അത്ര ഇവനക്കൊരു ചെറിയ കണക്ഷൻ ഉള്ളത്. അവിടെ നിന്നാണ് ടീച്ചർ ഏതൊരു കുട്ടിയുടെ കുട്ടിയെ സഹായിക്കണം, ആ കുട്ടിക്ക് എന്തോ ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് വലിയ എന്തോ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആരോടെങ്കിലൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പഴയ മുമ്പ് പഠിച്ചു പോയ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് പിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഇവന് ഈ വിഷയം അറിയുന്നത്. അവനവിടെ വന്ന് ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എത്ര ഫണ്ടാണ് ആവശ്യമുള്ളത്. ഫണ്ടൊക്കെ വലിയൊരു ഫണ്ടാണ്. ഏതായാലും 1 ലക്ഷം രൂപ അവൻ്റെ വകയായിട്ട് ടീച്ചർക്ക് കൊടുത്തു. കണ്ണ് നിറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു, എടാ നീ ആ 10ാം ക്ലാസ് പണ്ടത് എഴുതിയെടുത്തു എന്ന് പറഞ്ഞു. ഇല്ല ടീച്ചർ, എനിക്കത് വേണ്ട. ഇന്ന് ടീച്ചറെ വന്ന് കണ്ടിട്ട് ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി സഹായിക്കുമ്പോൾ, പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് അതിനു വേണ്ടി സഹായിക്കുമ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഈ പണം തരുന്നത് എൻ്റെ ഉമ്മയുടെ പേരിലാണ്, അതെൻ്റെ ഉമ്മാക്ക് ഖബറിൽ ഒരു ഗുണമായിട്ട് മാറട്ടെ എന്ന് ടീച്ചറുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് ആ ഒരു നിസാമിനെ ടീച്ചർ യാത്രയാക്കിയത്. കാറിൽ കയറാൻ നേരത്തെ ടീച്ചർ ചോദിച്ചു, എല്ലടാ നമ്മളൊരു സെൽഫി പോലും എടുത്തില്ലല്ലോ.
അപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തിനാ ടീച്ചറെ സെൽഫി, എൻ്റെ ഹൃദയത്തിൽ എന്നും ടീച്ചറുണ്ട്. ആ നിസാമിൻ്റെ വാക്കുകൾ നമ്മളെപ്പോഴും ഓർക്കുക. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എത്ര കുരുത്തക്കേട് കളിച്ചാലും, എത്ര വികൃതി കാണിച്ചാലും, എത്ര അധ്യാപകരോട് അവർ കയർത്ത് സംസാരിക്കുമ്പോഴും അവരെന്തുകൊണ്ട് അങ്ങനെ ആയി, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളൊരു കൊലവിളി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ നോക്കിയിട്ട് അവനെ കുറ്റവാളിയാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കല്ല വേണ്ടത്. മറിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിഹാരം കാണുന്ന ഒരു ടീച്ചറാവാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കുട്ടികൾ ഏറ്റവും മിടുക്കരാവും. ഇത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ആ പാലക്കാട് ആനക്കര സ്കൂളിൽ ഒരു കുട്ടിയുടെ ഒരു വിവാദ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ആ വീഡിയോ പുറത്ത് വിട്ട അധ്യാപകരുടെ നടപടി ശരിയാണോ? അങ്ങനെ വീഡിയോ പുറത്ത് വിടുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ അധ്യാപകൻ പകയോട് കൂടിയിട്ടാണ് ആ വീഡിയോ പുറത്ത് വിട്ടതെന്നൊക്കെയാണ് ചാനലുകളൊക്കെ കണ്ടിരുന്നത്. അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു ആൻസർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.